പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മൾ തിരുനാളുകളെക്കുറിച്ച് ആമുഖമായ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഇസ്രായേലിലെ തിരുനാളുകളെ ഒന്ന് വിശദമായി പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും 6 തിരുനാളുകളാണ് ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്നത്. അതിൻ്റെ പുറമെ 3 പ്രത്യേക ദിവസങ്ങളുണ്ടായിരുന്നു. സാബത്ത് ദിവസം, സാബത്ത് വർഷം, ജൂബിലി വർഷം. ഈ 9 കാര്യങ്ങളാണ് ഇന്ന് ചുരുക്കമായി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിയമാവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഓരോ 7 വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം. മോചനത്തിൻ്റെ രീതി ഇതാണ്: ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിൻ്റേതെന്തെങ്കിലും നിൻ്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്നു നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും, നിങ്ങളെ ആരും ഭരിക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവൻ ആവശ്യമുള്ളത് എന്തുതന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിൻ്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിൻ്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായി കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നുമുണ്ടായിരിക്കും. ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനം ആഘോഷിക്കാനായി ദൈവം ആവശ്യപ്പെട്ടിരുന്ന നിരവധിയായ തിരുനാളുകളെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വായിച്ച ഭാഗം 7 വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. സാബത്ത് വർഷം. പക്ഷേ എല്ലാ 7-ാം ദിവസവും സാബത്താണ്. ആഴ്ചയുടെ 7-ാം ദിവസം സാബത്ത് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ സാബത്ത് ദിവസമുണ്ട്, സാബത്ത് വർഷമുണ്ട്, പിന്നെ 50-ാം വർഷം ജൂബിലി വർഷമുണ്ട്. ഇങ്ങനെ 3 പ്രത്യേക ദിനങ്ങൾ, വർഷങ്ങൾ. അതിനു പുറമെ പെസഹ, പെന്തക്കൊസ്ത, പാപപരിഹാര ദിനം, കൂടാരപ്പെരുന്നാൾ, ഇങ്ങനെ 4 രക്ഷായുദ്ധവുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട തിരുനാളുകൾ. അതിനു പുറമെ ദേവാലയ പ്രതിഷ്ഠയുടെ ദിനമുണ്ട്. അതുപോലെ എസ്തേറിൻ്റെ കാലത്തുണ്ടായിരുന്ന പൂരീം തിരുനാളുണ്ട്. ഇങ്ങനെ പ്രധാന 6 തിരുനാളുകളും അതിൻ്റെ കൂടെയുള്ള 3 പ്രത്യേക ആഘോഷങ്ങളുമാണ് നമ്മൾ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സാബത്തിൽ തുടങ്ങാം. സാബത്ത് ദിവസം ആഴ്ചയുടെ 7-ാം ദിവസമാണ്. 7-ാം ദിവസം വിശ്രമിക്കണം എന്ന് ഇസ്രായേൽക്കാർക്കൊരു കൽപ്പനയുണ്ട്, നിയമമുണ്ട്. ആ കൽപ്പന ഉടമ്പടിയുടെ പ്രമാണങ്ങളായ 10 പ്രമാണങ്ങളിൽ ഒന്നായി ഉൾച്ചേർത്തിട്ടുമുണ്ട്. അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് ശ്രദ്ധിക്കണം. അത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഈ പ്രമാണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തുക. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ: സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളവയെ സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവം 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് നീ 7-ാം ദിവസം വിശ്രമിക്കണം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവുമായി ബന്ധപ്പെടുത്തി ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു ദിവസമാണ് 7-ാം ദിവസം എന്ന ഒരു ധ്വനിയാണ് പുറപ്പാട് പുസ്തകത്തിലെ പ്രമാണങ്ങൾ നിന്ന് കിട്ടുക. അതേസമയം നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഈ പട്ടിക വീണ്ടും വരുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നത് ഈ നിയമാവർത്തന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്ന സാബത്ത് ആചരണത്തിൻ്റെ പ്രത്യേകത ഇതാണ്. 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ:
നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടുന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാരണമാണ് എടുത്തു കാണിക്കുന്നത്. സൃഷ്ടികർമ്മത്തെക്കാൾ കൂടുതലായി നീ ഈജിപ്തിൽ ദാസനായിരുന്നു. നിൻ്റെ ജനം ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് വിമോചനം നൽകിയത്, നിങ്ങളെ മോചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടിമകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കാൻ അവസരം കൊടുക്കണം. 2 കൽപ്പനകളിലും 2 പട്ടികകളിലും കാണുന്ന കൽപ്പനയുടെ മുഖ്യമായ ലക്ഷ്യം ഇതാണ്: അധ്വാനിക്കുന്ന മനുഷ്യൻ ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണം. മനുഷ്യൻ അധ്വാനത്തിൻ്റെ അടിമയായി തീരാൻ പാടില്ല. അധ്വാനിക്കണം, തീർച്ചയായിട്ടും. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. പക്ഷേ അധ്വാനം മാത്രം ലക്ഷ്യമായി പോകരുത്. അധ്വാനിക്കുന്നത് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഈ നിയമം, സാബത്ത് നിയമം, മനുഷ്യന് അടിസ്ഥാനപരമായ ഒരു അവകാശം ഉറപ്പുവരുത്തുന്നതാണ്. അധ്വാനിക്കുന്നവന് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട്. വിശ്രമിച്ചേ മതിയാകൂ. അപ്പോൾ ഇതാരുടെയും ഔദാര്യമല്ല. സാബത്ത് ആചരണം തീർച്ചയായിട്ടും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ദൈവം തന്നെ ഉറപ്പു നൽകുകയാണ് തൻ്റെ ഉടമ്പടിയിലൂടെ. മനുഷ്യൻ അധ്വാനത്തിൻ്റെ അടിമയാവരുത്. വിശ്രമിക്കാനുള്ള അവസരം കിട്ടണം. ഇങ്ങനെ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക, തനിക്ക് ലഭിച്ച നന്മകളെ അനുസ്മരിക്കുക, പരസ്പരം സ്നേഹിക്കാനും പങ്കുവയ്ക്കാനുള്ള അവസരമായിരിക്കുക, പ്രാർത്ഥിക്കുക. ഇപ്പോൾ സാബത്ത് ആചരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ കാലക്രമത്തിൽ ഈ സാബത്ത് ആചരണം തന്നെ വലിയൊരു ഭാരമായി മാറി. വിശ്രമിക്കണമെന്ന ആശയത്തിൽ നിന്ന് അധ്വാനിക്കരുതെന്ന് ആചരിപ്പിക്കും. ഏതെല്ലാം തരത്തിലുള്ള അധ്വാനങ്ങളാണ് വിലക്കപ്പെട്ടതെന്നൊരു ചോദ്യമുണ്ടായി. റബ്ബിമാർ, യഹൂദ നിയമജ്ഞർ അതിനെ ദീർഘമായ ചർച്ചകൾ നടത്തി. ഏതാണ്ട് 39ഓളം ജോലികൾ ചെയ്യാൻ പാടില്ലാത്തതായി അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ആർക്കും അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി തീർത്തു സാബത്ത് ആചരണം. സാബത്ത് ദിവസം എത്ര ചുവട് വയ്ക്കാം? 6 ഫർലോങ് ദൂരമാണ്. ഏതാണ്ട് 1 കിലോമീറ്റർ നടക്കാൻ പാടുള്ളൂ. ചുമടെടുക്കാൻ പാടില്ല. സാബത്തിൽ കൈ കൊട്ടാൻ പാടില്ല. തീ കെടുത്താൻ പാടില്ല. തീ കത്തിക്കാൻ പാടില്ല. വെള്ളം കോരാൻ പാടില്ല. തുണി അലക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടാക്കി. അപ്പോൾ ഈ പാടില്ല എന്ന് വിലക്കുകളുടെ ഒരു പരമ്പരയായി മാറി സാബത്ത് ആചരണം. അപ്പോൾ മനുഷ്യന് താങ്ങാനാവാത്തൊരു ഭാരമായി മാറുന്നു. ഇതിന് എതിരായിട്ടാണ് യേശു കൊണ്ടുവരുന്നത്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെ സാബത്തിന് പേരിൽ കുരുതി കൊടുക്കാൻ പാടില്ല. മനുഷ്യന് ശാന്തിയും വിശ്രമവും നൽകുന്നതിനുള്ള അവസരമായിരിക്കണം സാബത്ത്. അതുകൊണ്ട് യേശു പഠിപ്പിക്കും, സാബത്ത് നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്, തിന്മ ചെയ്യുന്നതല്ല, നന്മ ചെയ്യുന്നതാണ് അനുവദനീയം. അതുകൊണ്ട് തന്നെയാണ് യേശു സാബത്ത് ദിവസം രോഗശാന്തി നൽകിയിരുന്നത്. യഹൂദരുടെ കണക്കുകൂട്ടലനുസരിച്ച് രോഗശാന്തി ഒരു വൈദ്യൻ്റെ ജോലിയാണ്. വൈദ്യൻ്റെ ജോലി സാബത്തിൽ ചെയ്യാവുന്നത് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. മരിക്കാൻ പോകുന്ന ഒരാളുടെ ജീവൻ മരിക്കാതെ സാബത്ത് കഴിഞ്ഞിട്ട് നിലനിർത്താൻ ആവശ്യമായ ജോലി മാത്രമേ ചെയ്യാവൂ എന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷേ യേശു പറയുന്നതല്ല. യേശു പറയുന്നത് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന് വിശ്രമിക്കാൻ വേണ്ടിയുണ്ടാകും, ജീവൻ നിലനിർത്താൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി സാബത്തിൻ്റെ അർത്ഥം യേശു എടുത്തു കാണിക്കുകയാണ്. സാബത്ത് ആചരണം എങ്ങനെ ഒരു നല്ല നിയമം വികലമാക്കപ്പെടാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് സാബത്തിനെ സംബന്ധിച്ച യഹൂദരുടെ ഇടയിൽ നിലവിൽ വന്ന ഒരു ചിന്താഗതി. അപ്പോൾ ദൈവം വിശ്രമത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നൽകിയത് ഒരു ഭാരമായി മാറാൻ പാടില്ല. രണ്ടാമത്തേത് സാബത്ത് വർഷമാണ്. പ്രത്യേകിച്ചും ലേവ്യരുടെ പുസ്തകത്തിൽ 23, 24, 25 അധ്യായങ്ങളിൽ ഈ തിരുനാളുകളെക്കുറിച്ച് കാണും. എന്താണ് സാബത്ത് വർഷം? സാബത്ത് വർഷം എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ 7-ാം ദിവസം സാബത്തായിരിക്കുന്ന പോലെ 7ാമത്തെ വർഷം സാബത്ത് വർഷമായി പരിഗണിക്കപ്പെടുന്നു. സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിരമിക്കുകയാണ്. ഷബാത്തു എന്ന് പറയും. ഷബത്ത് നമ്മൾ ശനി എന്ന് പറയാറുണ്ട്. ശനി, ഇത് മിക്കവാറും എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു ഈ സാബത്ത് ആചരണം തോന്നുന്നു. നമ്മൾ ശനിയാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ശനി എന്തു ചെയ്താലും വിജയിക്കാത്ത ദിവസമായിട്ടാണ് ശനി പിടിച്ചു തുടങ്ങി. ശനിദശയാണ്. ശനിദശ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒന്നും വിജയിക്കാത്ത കാര്യം ശനി. എന്തായി ശനിക്ക് പ്രത്യേകത? ഷബാത്തു എന്ന് പറയുന്നത് മറ്റു ദേവൻ്റേതായിട്ടാണ് പേർഷ്യക്കാർ കണക്കാക്കിയത്. നന്ദി എന്തു ചെയ്താലും വിജയിക്കില്ല. കാരണം മതാത്മകമായൊരു വിശദീകരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹ്യ നിയമങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാവും. ആഴ്ചയിൽ 7-ാം ദിവസം വിശ്രമിക്കണം, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ അന്ന് ജോലി ചെയ്താൽ ഒരു ഉപകാരവും ഉണ്ടാകുകയില്ല, അത് തന്നെയല്ല ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാകും എന്ന് പറയുകയാണെങ്കിൽ സാബത്ത് ആചരിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകാം. അപ്പോൾ ശനി ദശയാണെന്ന് പറഞ്ഞാൽ ശനിയിൽ ചെയ്താൽ ഒന്നും നന്നാവുകയില്ല. അതുകൊണ്ട് അധ്വാനിക്കാതിരിക്കുക. വിശദീകരണം എന്തുമാവട്ടെ, വിശ്രമമാണ് ലക്ഷ്യം. അപ്പോൾ സാബത്ത് വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് 7ാമത്തെ വർഷം സാബത്ത് വർഷമാകണം. എന്താണ് കാരണം? ആ സാബത്ത് വർഷം
അധ്വാനിക്കാൻ പാടില്ല, എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പാടില്ല. എല്ലാ വർഷവും ഒരേ വിളവ് തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിക്കും വിശ്രമം ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഭൂമിയുടെ ഫലപുഷ്ടി വീണ്ടെടുക്കാനായി ഒരു വർഷത്തേക്ക് തരിശിടുക എന്ന ഒരു നിയമമായിരുന്നു സാബത്തിൻ്റെ പിന്നിലുള്ളത്. ഈ സാബത്ത് വർഷം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയും. സാബത്തിൽ കൃഷി ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, താനേ വളരുന്നവ അവയുടെ വിളവെടുക്കാൻ ഭൂമിയുടെ ഉടമയ്ക്ക് അവകാശവുമില്ല. പിന്നെ ആരെടുക്കേണ്ടത്? ഭൂമിയില്ലാത്തവൻ, സ്വന്തമായി ഭൂമിയില്ലാത്തൻ, അനാഥർ, വിധവകൾ, പരദേശികൾ, ഇങ്ങനെയുള്ളവർക്ക് സാബത്ത് വർഷം ഏത് ഭൂമിയിലും കയറി വിളവെടുക്കാനുള്ള അവകാശമുണ്ട്. സ്വന്തം ഭൂമിയിൽ നിന്ന് വിളവെടുക്കാൻ ഉടമസ്ഥന് അവകാശമില്ലതാണ്. അപ്പോൾ സാബത്ത് വർഷം ഇല്ലാത്തവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ഒരു വർഷമാണ്. കൃഷി ചെയ്യാനും വിളവെടുക്കാനും ഭൂമിക്കുള്ള വിശ്രമം, അതേസമയം ഇല്ലാത്തവന് ആഹാരം കിട്ടാനുള്ള അവസരം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, സാബത്ത് വർഷം ഇസ്രായേൽക്കാർ ആരോടെങ്കിലും ഇസ്രായേൽക്കാരനിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇസ്രായേൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ സാബത്ത് വർഷം ആ കടം പൂർണ്ണമായി ഇളവ് ചെയ്ത് കൊടുക്കണം. സാബത്ത് വർഷമായിട്ടും കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ കടം തിരിച്ച് ചോദിക്കാൻ പാടില്ല. കടം ഇളവ് ചെയ്ത് കൊടുക്കുക. സാബത്ത് വർഷം വലിയ ഇളവിൻ്റെ വർഷമാണ്. അത് ഇസ്രായേൽക്കാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ബാധകമാകുന്നുള്ളൂ. മറ്റുള്ളവരോട് തിരിച്ചു വാങ്ങാം എന്ന് പറയും. അതുപോലെ തന്നെ സാബത്ത് വർഷം ഇസ്രായേൽക്കാരായ അടിമകളുണ്ടെങ്കിൽ അവർക്ക് മോചനം നൽകേണ്ട അവസരമാണ്. ഒരാളെ അടിമയാക്കിയെങ്കിൽ, ഒരാൾ ഏതെങ്കിലും കാരണവശാൽ നിവൃത്തിയിലാവുന്നപ്പോൾ സ്വയം വിറ്റ് അടിമയായെങ്കിൽ 7-ാം വർഷം സാബത്ത് വർഷമാകുമ്പോൾ ആ അടിമത്തം അവസാനിക്കണം. അപ്പോൾ സാബത്ത് വർഷത്തിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഈ സാമൂഹികമായ ലക്ഷ്യങ്ങളായിരുന്നു. എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും വിശ്രമം, ഭൂമിക്ക് വിശ്രമം, സ്വാതന്ത്ര്യം, ഇത് ഉറപ്പുവരുത്തുക സാബത്ത് വർഷം. മൂന്നാമത്തേത് ജൂബിലി വർഷമാണ്. ഒരുപാട് ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ഇന്ന് ജൂബിലി. അർത്ഥമോ ഉത്ഭവമോ ലക്ഷ്യമോ അറിയാതെ എല്ലാം ജൂബിലി ആഘോഷിക്കുകയാണ്. നമ്മൾ ജോബേൽ എന്നൊരു പദമുണ്ട്. ജോബേൽ എന്ന് പറഞ്ഞാൽ കാഹളം, ആട്ടിൻ കൊമ്പ് എന്നാണ് അർത്ഥം. ആടിൻ്റെ കൊമ്പ് കാഹളമായിട്ട് ഉപയോഗിക്കുന്ന ആ വസ്തുവിനാണ് യോബേൽ എന്ന് പറയുക. അപ്പോൾ യോബേൽ കാഹളം മുഴക്കിക്കൊണ്ട് ആരംഭിക്കുന്നതിനാൽ അതിന് ജൂബിലി, യോബേൽ എന്ന പദത്തിൽ നിന്നാണ് ജൂബിലി വരിക. ഇപ്പോൾ കാഹള പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജൂബിലി വർഷമാകുമ്പോൾ 49 വർഷം കഴിഞ്ഞു, 50-ാം വർഷമാകുമ്പോൾ ജൂബിലി വർഷമാണ്. ആ ജൂബിലി വർഷമാകുമ്പോൾ ദേശത്തുടനീളം കാഹളം മുഴക്കണം. മണിയടിക്കുക, അല്ലെങ്കിൽ പെരുമ്പറയടിക്കുക, കാഹളം മുഴക്കുക. ഇസ്രായേൽക്കാർ ചെയ്ത് കാഹളം മുഴക്കുകയാണ്. ദേശത്തുടനീളം കാഹളം മുഴക്കണം. ആ കാഹളം മുഴക്കിക്കൊണ്ട് സംഭവിക്കുന്നത് വലിയ ഒരു വിടുതൽ, വലിയ ഒരു വിമോചനം പ്രഖ്യാപിക്കലാണ്. വിമോചന വർഷം ആരംഭിച്ചിരിക്കുന്നു. ജൂബിലി വർഷത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 25-ാമത്തെ അധ്യായം 8 മുതൽ അവസാനം വരെ 55 വരെയുള്ള ദീർഘമായ വിവരണമാണ് ജൂബിലി വർഷത്തെക്കുറിച്ച്. അതിൻ്റെ ചുരുക്കം ഇതാണ്. സാബത്ത് വർഷത്തിന് ശേഷമായിരുന്നു ജൂബിലി വർഷം. ജൂബിലി വർഷത്തിൻ്റെ ചുരുക്കമായിട്ട് ആദ്യമേ ചെയ്യേണ്ടത് എല്ലാ കടങ്ങളും ഇളവ് ചെയ്യുന്നു. സാബത്ത് വർഷം ഏതെങ്കിലും കാരണവശാൽ ഇളവ് ചെയ്യാൻ കിടപ്പുണ്ടെങ്കിൽ എല്ലാം ഇളവ് ചെയ്യുക. രണ്ടാമത്തേത്, ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുക. ഭൂമി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ പാടില്ല. ഭൂമി എൻ്റേതാണ്, നിങ്ങൾ കുടികിടപ്പുകാർ മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാട് ബൈബിളുണ്ട്. 25-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ് ലേവ്യരുടെ പുസ്തകം. ഭൂമി എൻ്റേതാണ്, നിങ്ങൾ കുടികിടപ്പുകാർ മാത്രമാണ്. ഇപ്പോഴും ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ഭൂമിക്ക് നിശ്ചയിക്കുന്ന വില അത് ഭൂമിയുടെ വിലയല്ല, ആ ഭൂമിയിൽ അധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന വസ്തുവിൻ്റെ വിലയാണ്. ഇപ്പോൾ ഒരു ജൂബിലി വർഷം മുതൽ അടുത്ത ജൂബിലി വർഷം വരെ 50 വർഷത്തേക്കാണ് ഒരു കാലാവധിയുള്ളത്. 49 വർഷം കഴിയുമ്പോൾ 50-ാം വർഷമാകുമ്പോൾ ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ജോഷുവയുടെ കാലത്ത് കാനാൻ ദേശം കൈയടക്കിയപ്പോൾ എല്ലാ ഗോത്രങ്ങൾക്കും ഭൂമി ഉണ്ടായിരുന്നു. എല്ലാ കുലങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമി കൊടുത്തിരുന്നു. ആ ഭൂമി അന്യാധീനപ്പെടുത്താൻ പാടില്ല. ഒരു കാരണവശാലും ഭൂമി എന്നേക്കുമായി കൈമാറ്റം ചെയ്യാൻ പാടില്ല. അതേസമയം ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണത്താൽ, രോഗത്താലോ അലസത മൂലമോ എന്തെങ്കിലും കാരണത്താലാവട്ടെ, തൻ്റെ ഭൂമി പണയപ്പെടുത്തുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കും. ഒരാൾ വസ്തു വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വില നിശ്ചയിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി ജൂബിലി വർഷത്തേക്ക് എത്ര വർഷങ്ങൾ അവശേഷിച്ചിരിക്കുന്നു, അതനുസരിച്ച് അത്രയും വർഷങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന ഉൽപ്പന്നത്തിൻ്റെ വിലയായിരിക്കും ഈ വസ്തുവിൻ്റെ വില. ഇനി 10 വർഷമേ ഉള്ളൂ എങ്കിൽ ആ 10 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന തുകയായിരിക്കും ഈ വസ്തുവിൻ്റെ വിലയായിട്ട് ഞാൻ വാങ്ങുക. അത് കഴിഞ്ഞ് ഈ 10 വർഷങ്ങൾ ജൂബിലി ആകുമ്പോൾ നിരുപാധികം ഭൂമി വിട്ടുകൊടുക്കണം. ഭൂമി ആദ്യ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കുക. എല്ലാ കടങ്ങളും ഇളവ് ചെയ്തു കൊടുക്കുക. എല്ലാ അടിമകൾക്കും വിടുതൽ നൽകുക. ഇങ്ങനെ സമ്പൂർണ്ണമായ ഒരു സമത്വം പുനഃസ്ഥാപിക്കുക. ഇതായിരുന്നു ജൂബിലി വർഷത്തിൻ്റെ ഉദ്ദേശം. ദൈവം നൽകിയ കൃപകളെ അനുസ്മരിച്ചുകൊണ്ട്, ഈ ഭൂമി ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിൻ്റെ ദാനമാണെന്നും അനുസ്മരിച്ചുകൊണ്ട് ഈ ഭൂമി എല്ലാവർക്കുമായി നൽകിയ ദൈവത്തിൻ്റെ ആ കൽപ്പന അനുസരിച്ച് ഞാനിത് പങ്കുവയ്ക്കാൻ സന്നദ്ധനാകണം. അപ്പോൾ ജൂബിലി വർഷത്തിലൂടെ സംഭവിക്കുന്നത് ഒരു വലിയ ലെവലിംഗ് ആണ്.
സമത്വം പുനഃസ്ഥാപിക്കുക. ആദിമ സമത്വത്തിലേക്ക്, ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ഒരു കാരണവശാലും ഒരു പരിധിയിൽ കവിഞ്ഞ് ആരും ധനികനോ ദരിദ്രനോ ആവാൻ പാടില്ല. ദൈവത്തിൻ്റെ ഹിതമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിന് സഹായിക്കുന്നതാണ് ജൂബിലി വർഷവും സാബത്ത് ദിനവും. അപ്പോൾ സമ്പാദിക്കുന്നതിന് പരിധി നിശ്ചയിക്കുന്നു, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്നു. മാതാപിതാക്കന്മാരുടെ തെറ്റായ പ്രവർത്തന രീതി കൊണ്ട് മക്കൾ എന്നേക്കും ദരിദ്രരായി പോകാൻ പാടില്ല. ഭൂമിയിൽ ഒരു കിടപ്പാടുമില്ലാതെ ആരും ഉണ്ടാവാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ഒരു കുടിൽ വയ്ക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകണം. ഇങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ വലിയ ആഘോഷങ്ങൾ, ജൂബിലി ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. നമ്മൾ ഇന്നിവിടെ ചെന്ന് നിൽക്കുന്നു ജൂബിലി ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ. ഈ ജൂബിലിയും തുല്യതയും തമ്മിൽ എന്ത് ബന്ധം? പലപ്പോഴും ബാറിൻ്റെയും ജൂബിലി ആഘോഷിക്കാറുണ്ട്. ജൂബിലി 50 വർഷമാണ് ജൂബിലി, അത് നമ്മൾ കുറച്ച് 25 വർഷമായി. സുവർണ്ണ ജൂബിലിക്ക് പകരം ഒരു രജത ജൂബിലിയാക്കി, വെള്ളി ജൂബിലി. അത് പിന്നെ 12.5 വർഷമാക്കി വേറൊരു ജൂബിലിയാക്കി, 40 വർഷം റൂബി ജൂബിലിയാക്കി, 60-ാം വർഷം വേറൊരെണ്ണം ഉണ്ടാക്കി. ഇങ്ങനെ ജൂബിലി എന്ന പേരിൽ ഒരുപാട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ആ ജൂബിലിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്നുണ്ട്. ദൈവം ആഗ്രഹിച്ച സമത്വം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു. സമത്വം പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട് ജൂബിലിയിൽ. ദൈവം നൽകിയ വലിയ കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നത് പലപ്പോഴും ഒരു ചടങ്ങെന്ന രീതിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും ജൂബിലിയുമായിട്ട് ബന്ധമില്ലാതായി പോകുന്നു. അതുകൊണ്ടാണല്ലോ പലരും പല ജൂബിലികളും, അത് പാർട്ടിയുടെ ജൂബിലി ആയിരിക്കാം, മെത്രാഭിഷേകത്തിൻ്റെയോ പൗരോഹിത്യാഭിഷേകത്തിൻ്റെയോ സന്യാസത്തിൻ്റെയോ കല്യാണത്തിൻ്റെയോ എന്തുമാവട്ടെ, ജൂബിലികൾ ആഘോഷിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ആരൊക്കെയാണ് അതിൽ പങ്കുചേരുന്നത്? ഈ ജൂബിലി ആഘോഷത്തിൽ വിളിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? ജൂബിലിയോടനുബന്ധിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ അത് നിശിതമായ ഒരു വിശകലനത്തിന് ഇടയാകേണ്ടതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ: സാബത്ത് ദിവസം, സാബത്ത് വർഷം, ജൂബിലി. ഇനി അടുത്തത് തിരുനാളുകളാണ്. ഇത് പൊതുവായിട്ട് കാണുന്നത്. ഇനി ആണ്ടുവട്ടത്തിൽ ഒരിക്കൽ ആഘോഷിക്കേണ്ട തിരുനാളുകളുണ്ട്. ഈ തിരുനാളുകൾ ആദ്യത്തെ 4 നിശ്ചയമായും രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ തിരുനാളുകൾ രക്ഷാചരിത്രവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് കാർഷിക ഉത്സവങ്ങളായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി, ഈ തിരുനാളുകളും പെരുന്നാളുകളും എല്ലാം ആരംഭിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തിരുനാളുകൾ. പെസഹ, പെന്തക്കുസ്ത, കൂടാര പെരുന്നാൾ എന്നറിയപ്പെടുന്ന 3 തിരുനാളുകളും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു. പെസഹ തിരുനാളിനോടൊപ്പം ആദ്യ ഫലങ്ങളുടെ തിരുനാളെന്നും അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്നും പറയാറുണ്ട്. പെസഹയിൽ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൻ്റെ, ഇസ്രായേൽ ജനം ഈജിപ്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ തൊടാതെ സംഹാരദൂതൻ കടന്നു പോവുകയും ഈജിപ്തിലെ ആദ്യാന്മാരെ വധിക്കുകയും ചെയ്ത ആ സാഹചര്യം, ഇസ്രായേൽക്കാരുടെ ആദ്യാന്മാർ വധിക്കപ്പെട്ടില്ല. അങ്ങനെ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ ദൈവദൂതൻ തൊടാതെ കടന്നുപോയി എന്നാണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം. കടന്നു പോവുക. പാസാഹ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ ദൂതൻ കടന്നുപോയി, ഇസ്രായേൽക്കാരുടെ ആദ്യജാതന്മാർ വധിക്കപ്പെട്ടില്ല. രണ്ടാമത്തേത്, അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് അവർ വിമോചനം നേടി, സ്വാതന്ത്ര്യം നേടി, ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ കടൽ കടന്നു പോകുന്നതിൻ്റെ, ഈ കടന്നുപോകലിൻ്റെ, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇതൊരു വിളവെടുപ്പ് തിരുനാളായിരുന്നു. ഇടയന്മാരുടെ ഭാഗത്തുനിന്നൊരു ആഘോഷമുണ്ട്. അതോടൊപ്പം ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്നുകൂടി പറയാറുണ്ട്. കാനാൻ ദേശത്ത് വാസം ഉറപ്പിക്കുമ്പോൾ അവിടെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്ന ഒരാഴ്ചയുണ്ടായിരുന്നു. സാധാരണഗതിയിൽ കർഷകർ അപ്പം ഉണ്ടാക്കുന്നത് പുളിപ്പിച്ച അപ്പമാണ്. പക്ഷേ പുളിപ്പിച്ച അപ്പത്തിൻ്റെ ആ പുളിമാവ് ഒരല്പം എടുത്ത് അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കും. ആ പുളിമാവാണ് ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി കൊടുത്ത് അവസാനം വരെ പുളിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഇന്നലത്തെ പുളിമാവ് ഇന്നത്തെ അപ്പത്തിന് വേണ്ടി, ഇന്നത്തെ പുളിമാവ് നാളത്തെ അപ്പത്തിന് വേണ്ടി, ഇങ്ങനെ വർഷം മുഴുവൻ തുടരുന്ന ഈ പുളിപ്പിൻ്റെ ഒരു ചങ്ങല ഒരു ദിവസം മുറിക്കുകയാണ്. കൊയ്ത്ത് കഴിയുമ്പോൾ ആദ്യ ഫലം ഭക്ഷിക്കുന്നതിന് മുമ്പ് ഈ പുളിപ്പെല്ലാം വീട്ടിൽ നിന്ന് എടുത്തു മാറ്റും. പിന്നെ ഒരാഴ്ചത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കും ഭക്ഷിക്കുക. ഇങ്ങനെ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത് ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ അനുസ്മരണമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലത്തോട് വിട പറയുന്നതുമാണ്. കഴിഞ്ഞ വർഷത്തോട് വിട പറഞ്ഞു പുതിയ വർഷം സ്വീകരിക്കുന്നു. പുതിയ വർഷം ദൈവം നൽകുന്ന പുത്തരി നമ്മൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞതിനോട് വിട പറയുന്നു. അതൊരു പുറപ്പാട് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുമ്പോൾ ഈ 2 ആഘോഷങ്ങളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു വന്നതിൻ്റെയും പുതിയ
അപ്പം ഭക്ഷിക്കുന്നതിൻ്റെയും. അതിന് കൊടുക്കുന്ന വിശദീകരണം ഇതായിരുന്നു: ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിരക്കിട്ട് പോരേണ്ടി വന്നതുകൊണ്ട് കുഴച്ചു വെച്ച മാവ് പുളിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ആദ്യ ദിവസം അവർ പുളിപ്പിക്കാത്ത അപ്പമാണ് ഭക്ഷിച്ചത്. അങ്ങനെ പെസഹ കുഞ്ഞാടിൻ്റെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും തിരുനാളുകൾ ഒരുമിച്ച് വരികയും അത് പെസഹ എന്ന പേരിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേൽക്കാർ ആണ്ടുതോറും ആഘോഷിച്ചിരുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് തിരുനാൾ, പെസഹ തിരുനാൾ. ഈ പെസഹ തിരുനാളിലാണ് യേശു പെസഹ സ്ഥാപിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ പെസഹയെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോഴേ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറപ്പാട് സംഭവത്തോട് ബന്ധപ്പെട്ട പെസഹ തിരുനാൾ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ശേഷം അവർ സീനായ് മലയിൽ നിന്ന് പാളയമടിച്ചു. സീനായ് മലയിൽ വന്ന് അവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് ഇസ്രായേൽക്കാരുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നത്, മോശയുടെ മധ്യസ്ഥത വഴി. ഉടമ്പടിയുടെ സ്ഥാപനവും ഉടമ്പടിയിലൂടെ നൽകിയ പ്രമാണങ്ങളും അനുസ്മരിക്കുന്ന ദിവസമായി മാറി പെന്തക്കോസ്ത. പെന്തക്കോസ്ത എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നാണ് അർത്ഥം. ഇതും ഒരു കാർഷിക ഉത്സവമായിരുന്നു. ആദ്യമേ പാകമായുന്ന ബാർലി കൊയ്ത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ പുളിപ്പില്ലാത്ത അപ്പങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്നു. ഏറ്റവും അവസാനം പാകമാകുന്ന ഗോതമ്പ് കൊയ്ത്ത് കഴിയുമ്പോൾ അത് അവസാനത്തെ ആഴ്ചകൾ തിരുനാളാകുന്നു. അതിനെ പെന്തക്കോസ്ത എന്ന് പറയും. ഏതാണ്ട് 7 ആഴ്ച ദീർഘിക്കുന്നു ഈ ധാന്യങ്ങളുടെ എല്ലാം കൊയ്ത്ത്. തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നവരെ 7 ആഴ്ചയാണ്. അങ്ങനെ 7ാമത്തെ ആഴ്ച കഴിയുമ്പോൾ 49 ദിവസമായി 50-ാം ദിവസം ഒരു കൊയ്ത്ത് സമാപിക്കുന്നതിൻ്റെ ഉത്സവമായിരുന്നു. അതിനെ സീനായ് ഉടമ്പടിയുമായി ബന്ധപ്പെടുത്തി പുറപ്പാടിന് ശേഷം ദൈവം ഇസ്രായേൽക്കാരുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു അനുസ്മരണ ദിനമായി മാറി പെന്തക്കോസ്ത അഥവാ 50-ാം ദിവസം. രണ്ടാമത്തെ വലിയ ആഘോഷമായിരുന്നു. പെസഹ ആരംഭകാലത്ത് വീടുകളിൽ ആഘോഷിച്ചിരുന്നതാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ജോസിയ രാജാവിൻ്റെ ഭരണമൊക്കെ ആയപ്പോഴേക്കും പെസഹ ആഘോഷം തന്നെ ജെറൂസലത്ത് തന്നെ വേണമെന്ന് വന്നു. പെസഹ കുഞ്ഞാടിനെ ജെറൂസലത്ത് വെച്ചേ കൊല്ലാൻ പാടുള്ളൂ എന്ന് വന്നു. പിന്നീട് ഈ പെസഹായും പെന്തക്കോസ്തായും കൂടി ഒരുമിച്ച് ആഘോഷിക്കാൻ തുടങ്ങി. പെസഹായ്ക്ക് ജെറൂസലത്തേക്ക് വരുന്നവർ പെന്തക്കോസ്തായും കഴിഞ്ഞ് തിരിച്ചു പോകാറുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പെസഹ പെന്തക്കോസ്ത 2 പ്രധാനപ്പെട്ട തിരുനാളുകളായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പെന്തക്കോസ്തായ്ക്ക് പുതിയ അർത്ഥമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ അനുസ്മരിക്കുന്ന യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് 50-ാം ദിവസമാണ് നമ്മൾ പെന്തക്കോസ്ത ആഘോഷിക്കുക, പെസഹ പെന്തക്കോസ്ത. 3ാമത്തെ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ തിരുനാളായിട്ട് ആഘോഷിച്ചിരുന്നത് അവർ കൂടാര പെരുന്നാളാണ്. ഈ കൂടാര തിരുനാളുകളുടെ അർത്ഥം ഇതായിരുന്നു: ഇസ്രായേൽക്കാർ ഈജിപ്തിലൂടെ നിന്ന് കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലഘട്ടത്തിൽ മരുഭൂമിയിൽ അവർ കൂടാരങ്ങൾ വസിച്ചിരുന്നു. ഇതിനെ അനുസ്മരിക്കണം. പക്ഷേ തുടക്കം അവിടെയല്ല. തുടക്കം ഇതായിരുന്നു: പഴവർഗ്ഗങ്ങളെല്ലാം ശേഖരിച്ചു കഴിയുമ്പോൾ, അത് മുന്തിരിയും ഒലിവും അത്തിയും ഒക്കെയാകാം. ഇപ്പം പഴവർഗ്ഗങ്ങൾ ശേഖരിക്കുന്ന 7-ാം മാസമാണ്. ഈ 7-ാം മാസത്തിൻ്റെ പഴവർഗ്ഗങ്ങൾ ശേഖരിച്ച് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് അവരുടെ കൃഷിഭൂമിയിൽ അവർ ചെറിയ പന്തലുകൾ കെട്ടി കൂടാരങ്ങളുണ്ടാക്കി അവിടെ വെച്ച് വിളവ് ശേഖരിക്കുന്നു, മുന്തിരി ആട്ടി വീഞ്ഞുണ്ടാക്കുന്നു, അത് ആഘോഷിക്കുന്നു, കുടിക്കുന്നു. അപ്പോഴിങ്ങനെ വിളവെടുപ്പിൻ്റെ, പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ അവസാനത്തെ തിരുനാളായിരുന്നു കൂടാര പെരുന്നാൾ. പക്ഷേ അത് ഉടമ്പടിയുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തം സ്ഥിരമായ വീടുകളുണ്ടായിരുന്നില്ല. അവർ കൂടാരങ്ങൾ വസിച്ചിരുന്നു. അതുകൊണ്ട് കൂടാര തിരുനാളുകൾ ആഘോഷിക്കണം. അതിനുവേണ്ടി വിശദമായ ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായി. ലേവ്യരുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് കാണും. ജെറൂസലത്താണ് ആഘോഷിക്കുക. ഒരാഴ്ച ദീർഘിക്കുന്നതാണ് കൂടാര പെരുന്നാൾ. ആ കൂടാര പെരുന്നാളിൻ്റെ അവസരത്തിൽ പുരോഹിതന്മാർ ശീലോഹ കുളത്തിൽ നിന്ന് വെള്ളിക്കലത്തിൽ വെള്ളം കൊണ്ടുവന്ന് ബലിപീഠത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് വെള്ളവും വീഞ്ഞും കലർത്തി ബലിപീഠത്തിലൊഴിക്കും. ദിവസം ഒരു നേരം. 7-ാം ദിവസം കഴിഞ്ഞ് 8-ാം ദിവസമാകുമ്പോൾ പ്രധാന പുരോഹിതൻ തന്നെ സ്വർണ്ണക്കലത്തിൽ ശീലോഹ കുലത്തിൽ നിന്ന് വെള്ളം കോരി തലയിൽ ചുമന്നു കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം വെച്ച് അതിനുശേഷം ബലിപീഠത്തിന് മുകളിൽ വെള്ളവും വീഞ്ഞും കൂടി ഒഴിക്കുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. ഇതെല്ലാം വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന, നന്ദി പറയുന്നതിൻ്റെ അവസരങ്ങളുമായിരുന്നു. അങ്ങനെ വിളവെടുപ്പ് തിരുനാൾ, ഈ വിളവെടുപ്പ് തിരുനാൾ, അത് കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാളും പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പുതിയ അർത്ഥങ്ങളുണ്ടാകും. ഇപ്പോൾ 4ാമത്തേത് പാപപരിഹാര ദിനമായിട്ടാണ് പറയുക. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്ന ഒന്നാണ് പാപപരിഹാര ദിനം. ഇസ്രായേലിലെ എല്ലാ ജനതകൾക്കും വേണ്ടി, ഇസ്രായേൽക്കാരുടെ എല്ലാവർക്കുടെയും പാപത്തിന് പരിഹാരമായി പ്രധാന പുരോഹിതന് ബലിയർപ്പിക്കുന്ന ഒരു ദിവസമാണ് ഈ പാപപരിഹാര ദിനം. അന്ന് മാത്രമേ പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് നിർബന്ധിതനായിരുന്നുള്ളൂ, കടപ്പെട്ടിരുന്നുള്ളൂ. അന്ന് മാത്രമേ, ആണ്ടുവർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ബലിരക്തവുമായി കടന്നിടാനും പാടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ബലിയർപ്പിക്കുന്നു. ആദ്യം പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു, തൻ്റെ പുരോഹിതർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു, അവസാനം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് 2 ആടുകളെയാണ് കൊണ്ടുവരിക. ഒരാടിനെ അത് കുറിയിട്ടെടുക്കും. ഒന്ന് ദൈവത്തിന്, മറ്റേത് അസാസേലിന് എന്ന് കുറിയിട്ട്, അസാസേലിന് എന്ന് കുറി കിട്ടിയ ആടിൻ്റെ തലയിൽ പുരോഹിതൻ
കൈവച്ചതിന് ശേഷം ആ വർഷത്തെ എല്ലാ പാപങ്ങളും, ജനങ്ങളുടെ മുഴുവനും പാപം ആടിൻ്റെ തലയിൽ ആരോപിച്ചതായി സങ്കല്പിക്കും. അതിനുശേഷം ആടിനെ മരുഭൂമിയിലേക്ക് വിടുന്നു. അതിനെ സ്കേപ്പ് ഗോട്ട് അഥവാ ബലിയാട് എന്ന് വിശേഷിപ്പിക്കുന്നു. അത് മരുഭൂമിയിൽ അലഞ്ഞു നടക്കും. അതിനെ ഏതെങ്കിലും കാട്ടുമൃഗം തിന്നും. അസാസയിൽ എന്ന ദുർഭൂതത്തിന് ഭക്ഷണമായി കൊടുക്കുന്നതാണ് ഈ ആട് എന്ന് പറയും. ഈ ആട് പോകുമ്പോൾ ആ ആട് പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ആടായതുകൊണ്ട് എല്ലാവരും അതിനെ വെറുക്കും, അതിനെ തുപ്പും, അതിനെ കല്ലെറിയും, അതിനെ തല്ലും, അതിൻ്റെ രോമം വലിച്ചു പറിക്കും. ഇതെല്ലാം ആടിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അത് പാപത്തോടുള്ള വെറുപ്പ് പ്രകടമാക്കുന്നത് പോലെ കാണും. രണ്ടാമത്തെ ആട് ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ആടിന് അതിൻ്റെ രക്തമെടുത്ത് ബലിപീഠത്തിൽ തളിക്കും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആട്. ഒന്ന് പാപം മോചിക്കുന്നു, പാപം എടുത്തുകൊണ്ട് പോകുന്നു. രണ്ട്, ജനം ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നു. അപ്പോൾ പാപം മോചിപ്പിച്ച് ദൈവത്തിന് സ്വയമായി പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പാപപരിഹാര ദിനത്തിലുള്ളത്. അങ്ങനെ 4 പ്രധാനപ്പെട്ട തിരുനാളുകൾ. ഇനിയുള്ള 2 തിരുനാളുകൾ കൂടിയുണ്ട്. അതിൽ ഒന്ന് പൂരീം തിരുനാൾ എന്ന് പറയും. പൂരീം എന്ന് പറഞ്ഞാൽ കുറിയിട് എന്നാണ്, നറുക്ക്. ഈ നറുക്കിൻ്റെ അർത്ഥം ഇതായിരുന്നു. എസ്തേറിൻ്റെ കാലത്ത് പേർഷ്യയിൽ താമസിച്ചിരുന്ന എല്ലാ യഹൂദരെയും കൊന്നുകളയാനായിട്ട് പേർഷ്യൻ രാജാവിന് കൽപ്പനയുണ്ടായി. എസ്തേറിൻ്റെ ഇടപെടൽ വഴി അതിന് മോചനമുണ്ടായി. ഇപ്പോൾ ഇസ്രായേൽക്കാരെ എന്നാണ് കൊല്ലേണ്ടതെന്ന് നിശ്ചയിക്കാൻ വേണ്ടി കുറിയിട്ട് നിശ്ചയിച്ചിരുന്ന ഹാമാൻ്റെ സ്ഥാനത്ത് ഇസ്രായേൽക്കാർക്ക് മോചനം കിട്ടുകയും ഹാമാനെ രാജാവ് വധിക്കുകയും ഹാമാൻ്റെ ഉദ്ദേശം സഫലമാകാതിരിക്കുകയും ചെയ്തു. അതായത് ഇസ്രായേൽക്കാർക്ക് മോചനം നൽകി. കുറിയിട്ട് നിശ്ചയിച്ചിരുന്ന ഏത് ദിവസമാണ് ഇസ്രായേൽക്കാരെ എല്ലാവരെയും കൊല്ലേണ്ടിയിരുന്നത്. ആ കുറിയിട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് എസ്തേറിൻ്റെ കൽപ്പനയുണ്ടായി. ഇസ്രായേൽക്കാരെല്ലാവരും ആണ്ടുതോറും ഈ ഒരു പൂരീം അല്ലെങ്കിൽ നറുക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കണം. സമൂലനാശത്തിന് വേണ്ടി ഒഴിഞ്ഞിട്ടിരുന്ന ആ ഒരു ദിവസം അവർ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തതായി കണക്കാക്കി അങ്ങനെ പൂരീം തിരുനാൾ ആഘോഷിച്ചിരുന്നു നറുക്കിൻ്റെ. ഇനി അവസാനമായിട്ടുള്ളത് പ്രതിഷ്ഠാ തിരുനാളാണ്. പ്രതിഷ്ഠാ തിരുനാൾ എന്ന് പറയുമ്പോൾ അന്തിയോക്കസ് 4-ാമൻ്റെ ഭരണകാലത്ത് BC 167 മുതൽ 164 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ വലിയ മതപീഡനമുണ്ടായി. ആ മതപീഡന കാലത്ത് ജെറൂസലം ദേവാലയത്തിൽ സെയൂസിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും അവിടെ പന്നിമാംസം ബലിയർപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം അശുദ്ധമാക്കപ്പെട്ട ദേവാലയം യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചെടുക്കുകയും വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയാണ് അവർ ആചരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ദേവാലയ പ്രതിഷ്ഠ. ആദ്യത്തേത് 3 തിരുനാളുകൾ മുഖ്യമായും രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ പാപപരിഹാര ദിനം എല്ലാവർക്കും രക്ഷ നൽകുന്നതിൻ്റെ ഓർമ്മയായിരുന്നു. അതുപോലെ നറുക്കെടുപ്പ് ദൈവം നൽകി രക്ഷയെ അനുസ്മരിക്കുന്നു. പ്രതിഷ്ഠയുടെ തിരുനാൾ നമ്മളെല്ലാവരും ദേവാലയം ആയി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ എല്ലാ തിരുനാളുകളും ദൈവാരാധനയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തുന്ന ഒന്നായിരുന്നു. എല്ലാവരും തുല്യരായി കണക്കാക്കുക, എല്ലാവരും പരസ്പരം സഹോദരങ്ങളായിരിക്കണം, ആ സാഹോദര്യത്തിൽ വളരണം, നന്ദിയോട് ജീവിക്കണം. ഇതായിരുന്നു തിരുനാളുകൾ. പക്ഷേ ഈ തിരുനാളുകൾക്ക് എന്ത് സംഭവിച്ചു നമ്മൾ പിന്നീട് കാണും. പ്രവാചകന്മാരുടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ അടുത്ത തവണ ചർച്ചാ വിഷയമാക്കുന്നതാണ്. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ ചരിത്രത്തിലുള്ള ഇടപെടലുകളിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരികയായിരുന്നു. അതിൻ്റെ അനുസ്മരണങ്ങളാണല്ലോ തിരുനാൾ ആഘോഷങ്ങളിലൂടെ അവിടുന്ന് ആവശ്യപ്പെട്ടത്. അങ്ങ് തന്നെ കൽപ്പിച്ചതാണ്. അങ്ങയുടെ വലിയ വിമോചന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുസ്മരിക്കണം. ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം, പരസ്പരം സ്നേഹിക്കുന്നവരാകണം, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുന്നവരാകണമെന്ന് ഈ വലിയ കൃപയ്ക്ക് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ വിമോചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് വിലപ്പെട്ടവരാണെന്നും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ സഹോദരങ്ങളും വിലപ്പെട്ടവരുമാണെന്ന ബോധ്യത്തോടുകൂടി അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന ബോധ്യത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും ദാനം ചെയ്യണമേ. ഞങ്ങൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ അങ്ങേക്ക് ഞങ്ങളുള്ള വലിയ സ്നേഹം അനുസ്മരിക്കാനും അത് അനുഭവിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര